ഹിന്ദു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് സംപൂജ്യ ചിന്മയാനന്ദ സ്വാമിജികളുടെ ആഹ്വാനം എങ്ങനെ നടപ്പിലാക്കാം? അത് തന്നെയാ വേണ്ടത്. ഹിന്ദു വോട്ട് ബാങ്കായി നമ്മൾ ഉയരണം. നിങ്ങൾ ഏത് പാർട്ടി പ്രവർത്തിക്കുന്നവരാണോ പ്രവർത്തിച്ചോളൂ. നിങ്ങൾ കോൺഗ്രസ് ആണോ, BJP ആണോ, മാർക്സിസ്റ്റ് ആണോ, CPM ആണോ, CPI ആണോ, ഏതാണോ അതിലൊക്കെ പ്രവർത്തിച്ചോളൂ. ഹിന്ദുവിൻ്റെ കാര്യത്തിൽ ഒന്നായിരിക്കുക. ഹിന്ദുവിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവർക്കേ എൻ്റെ വോട്ടുള്ളൂ എന്ന് പറയുക. അത് ആരാണോ അവർ, അത് BJP ആണോ BJP അല്ല, BJP-കാരൻ ഹിന്ദുവിനെതിരായിട്ട് വല്ലതും പറയുകയാണോ, അവന് വോട്ടില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം. അവൻ ഹിന്ദുവിന് അനുകൂലം പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഹിന്ദുവിനെ വോട്ടുള്ളൂ, ഹിന്ദുവിനെ നിന്ദിക്കുന്നവർക്ക് വോട്ടില്ല. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണം. ഒരു വ്യക്തി പോലും വോട്ട് ചെയ്യാതിരിക്കരുത്. കാരണം സ്ഥാനാർത്ഥികളിൽ ആരും നമുക്ക് സമ്മതരല്ലെങ്കിൽ നൺ ഓഫ് ദി എബവ് നോട്ട ചെയ്യാം. പക്ഷേ നമ്മുടെ സമ്മതിദാനാധികാരം നമ്മൾ വിനിയോഗിക്കണം. ഇവിടെ നോട്ട വരുന്നത് വരെ വോട്ട് ചെയ്യാത്ത ആളാണ് ഈ സംസാരിക്കുന്നത്. ചിദാനന്ദപുരസ്വാമി നോട്ട എന്നൊരു വിഷയം വരുന്നത് വരെ വോട്ട് ചെയ്തിട്ടില്ല. നോട്ട വന്നതിന് ശേഷം ഒരൊറ്റ ഇലക്ഷനിലും വോട്ട് ചെയ്യാണ്ടിരുന്നിട്ടില്ല. വോട്ട് ചെയ്യാൻ വേണ്ടി വിദൂരദേശത്ത് നിന്ന് മടങ്ങി വന്ന് വോട്ട് ചെയ്ത് തിരിച്ചു പോയിട്ടുണ്ട്. സത്യം തുറന്നു പറയുകയാണ്. അല്ലാണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ വോട്ട് കൊടുക്കൂല.